നമസ്കാരം. രാമായണം 4-ാം ദിവസം. സീതാദേവിയുടെ പൂർവകഥ. വിശ്വാമിത്ര മഹർഷിയും മിഥിലാധിപനും കൂടെ തയ്യാറാക്കിയ ആ സന്ദേശം ദൂതന്മാർ സാകേത രാജാവിൻ്റെ കയ്യിലെത്തിച്ചു. കുലഗുരുവായ വസിഷ്ഠനെയും പത്നി അരുന്ധതിയെയും കൂട്ടി മഹാരാജാവ് ഒട്ടും വൈകിക്കാതെ മിഥിലാപുരിയിലേക്ക് യാത്ര തിരിച്ചു. കൗസല്യാദികളായ ഭാര്യമാർ, പുത്രന്മാരായ ഭരതശത്രുഘ്നന്മാർ, ചതുരംഗപ്പട, വലിയൊരു ഉത്സവത്തിനെന്ന പോലെയുള്ള വാദ്യഘോഷങ്ങൾ. മിഥിലയിൽ പ്രവേശിച്ച ദശരഥനെയും വസിഷ്ഠനെയും ആചാര്യനായ ശതാനന്ദനോടുകൂടി ജനകൻ സ്വാഗതം ചെയ്ത് ഉപചാരങ്ങൾ അർപ്പിച്ചു. രാമലക്ഷ്മണന്മാർ പിതാവിനെയും മാതാവിനെയും ഗുരുജനങ്ങളെയും വന്ദിച്ചു. ഭരതൻ രാമൻ്റെയും ശത്രുഘ്നൻ ലക്ഷ്മണൻ്റെയും കാൽ തൊട്ട് തൊഴുതു. ഭരതനെ ലക്ഷ്മണകുമാരൻ ആദരവോടെ വണങ്ങി. ജനകന് 4 പെൺമക്കൾ, ദശരഥന് 4 പുത്രന്മാരും. തൻ്റെ പുത്രിമാരെ ദശരഥനന്ദന്മാരായ 4 കുമാരന്മാർക്ക് വേളി കഴിച്ചു കൊടുക്കുവാൻ ജനകൻ തയ്യാറായി. വസിഷ്ഠനും വിശ്വാമിത്രനും ശതാനന്ദനും അതിൽ സസന്തോഷം അനുമതി നൽകി. അവർ തന്നെ മുഹൂർത്തവും കുറിച്ചു. അതിമനോഹരമായ കതിർമണ്ഡപം തീർത്തു. എല്ലാ കർമ്മങ്ങളും വിധിയാം വണ്ണം നിർവഹിച്ചതിന് ശേഷം ജനകൻ ജാനകിയെ ശ്രീരാമചന്ദ്രന് പാണിഗ്രഹണം ചെയ്തു കൊടുത്തു. ഊർമിളയെ ലക്ഷ്മണൻ വേട്ടു, ശ്രുതകീർത്തിയെ ഭരതനും, മാണ്ഡവിയെ ശത്രുഘ്നനും വിവാഹം കഴിച്ചു. അതിനുശേഷമാണ് സീതയുടെ വൃത്താന്തം ജനകൻ ദശരഥന് പറഞ്ഞു കൊടുത്തത്. മുൻപ് നാരദ മഹർഷി കേൾപ്പിച്ച കഥ. യാഗഭൂമി ഉഴുതുന്നതിനിടയിലാണ് ജനകന് ആ ദിവ്യശിശുവിനെ കിട്ടിയത്. സീതാമധ്യേ കാണായ, സീത എന്ന് വെച്ചാൽ ഉഴവുചാൽ എന്നാണ് അർത്ഥം. പെൺകുഞ്ഞിന് ജനകൻ സീത എന്ന് പേരിട്ടു. അവളെ സ്വന്തം മകളായി വളർത്തി. ഒരിക്കൽ നാരദ മഹർഷി വന്ന് ആ രഹസ്യം ജനകൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തി. സീത യോഗമായ ദേവിയാണ്. ജനകൻ്റെ മുമ്പിൽ മാനുഷവേഷത്തിൽ അവൾ ജനിച്ചിരിക്കുന്നുവെന്ന് മാത്രം. രാവണ നിഗ്രഹത്തിനായി ശ്രീനാരായണൻ സൂര്യവംശത്തിൽ രാമനായി അവതരിക്കും. സീതയെ ശ്രീരാമന് പത്നിയായി നൽകണം. അതിൽ പിന്നെ ജനകൻ്റെ ചിന്ത സീതയെ രാഘവന് എങ്ങനെ കൊടുക്കാവോ എന്നായി. അപ്പോൾ തോന്നിയ ഉപായമാണ് ത്രയംബകം മുറിക്കുന്നവൻ സീതയുടെ ഭർത്താവാകുമെന്ന് വിളംബരം ചെയ്തു. ഇപ്പോൾ എൻ്റെ ആഗ്രഹം സഫലമായി. നാരദൻ പ്രവചിച്ചതുപോലെ തന്നെ രഘുരാമൻ സീതയെ വേളി കഴിച്ചു. നവദമ്പതികൾക്കും ആചാര്യന്മാർക്കും ബന്ധുജനങ്ങൾക്കും പരിചാരകർക്കും ജനകൻ മതിയാവോളം സമ്മാനങ്ങൾ നൽകി യഥാവിധി ഉപചാരങ്ങൾ അർപ്പിച്ചു. പുത്രിയെ അരികിൽ വിളിച്ച് പ്രത്യേകമായി പതിവ്രതാധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു. ദശരഥ മഹാരാജാവ് 4 പുത്രന്മാരോടും അവരുടെ പുത്രിമാരോടും മറ്റ് ബന്ധുജനങ്ങളോടും ഒരുമിച്ച് അയോധ്യയിലേക്ക് യാത്ര തിരിച്ചു. എല്ലാ സന്നാഹങ്ങളോടും ചമയങ്ങളോടും ആഘോഷങ്ങളോടും കൂടിയുള്ള യാത്രയായിരുന്നു അത്. അധികം ദൂരം ചെന്നില്ല. അതിനു മുൻപ് ദുർനിമിത്തങ്ങൾ പലതും കണ്ടു തുടങ്ങി. ദശരഥൻ വസിഷ്ഠനെ സമീപിച്ചു. അദ്ദേഹം മഹാരാജാവിനെ സമാധാനിപ്പിച്ചു. തൽക്കാലത്തേക്കൊരു ഭയം, അത് നമ്മൾ തരണം ചെയ്യും. എല്ലാം ശുഭമായി വരും. ഏതുമേ പേടിക്കേണ്ട, നല്ലതേ വന്നുകൂടൂ. പറഞ്ഞു തീരും മുമ്പേ വഴിയിൽ സാക്ഷാൽ ഭാർഗവരാമൻ പ്രത്യക്ഷനായി. ക്ഷത്രിയാന്തകനാണ് പരശുരാമൻ. ദശരഥൻ അവിടുത്തെ കാൽക്കൽ വീണു കേണു. പരിത്രാഹി മാം ജമദഗ്നിപുത്ര പരിപാലയ കുലം മമ. രാജാവിൻ്റെ അഭ്യർത്ഥന പരശുരാമൻ ഗൗനിച്ചില്ല. അത്രയും ക്ഷുഭിതനായിരുന്നു. ശ്രീരാമൻ്റെ നേരെയായിരുന്നു നോട്ടം. 3 ലോകത്തിലും ഞാനല്ലാതെ വേറൊരു രാമനുണ്ടോ? ശൈവചാപം ഖണ്ഡിച്ചെന്ന് കേട്ടു. എന്നാൽ എൻ്റെ കയ്യിലുള്ള വൈഷ്ണവചാപം ഒടിക്കുക, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൂട്ടത്തോട് സംഹരിക്കുന്നതായിരിക്കും. പരശുരാമൻ്റെ ഗർജനം കേട്ട പർവ്വതങ്ങൾ വിറച്ചു. ഭൂമിയാകെ ഇരുട്ടിലാണ്ടു. എല്ലാവരും ഭയവിഹ്വലരായി നിൽക്കെ രഘുരാമൻ ഏറ്റവും വിനീതനായി പരശുരാമനോട് പറഞ്ഞു, അങ്ങയെപ്പോലെയുള്ള പ്രൗഢന്മാരായ മഹാനുഭാവന്മാർ ഞങ്ങളെപ്പോലെയുള്ള ബാലന്മാരോട് ഈ വിധം പെരുമാറിയാൽ ഞങ്ങൾക്ക് പിന്നെ ആരാണൊരാശ്രയം? വില്ലിങ്ങു തന്നാലും ഞാനാകിലോ കുലച്ചിടാമെങ്കിൽ തിരുവുള്ളക്കേടുണ്ടാകേണ്ട. മന്ദഹാസത്തോടെ രാമൻ പരശുരാമനെ വന്ദിച്ചു. വില്ലു വാങ്ങി കുലച്ചു. താഴ്മയോടെ എന്നാൽ ദൃഢസ്വരത്തിൽ പറഞ്ഞു, ഭാർഗവരാമ, ലക്ഷ്യം കാട്ടിത്തന്നിട വേണം. ഓരോ ശരം തുടുക്കുമ്പോഴും അതിന് കൃത്യമായൊരു ലക്ഷ്യം വേണം. രാമൻ്റെ വാക്കുകൾ ഭാർഗവരാമൻ്റെ കോപമാകുന്നു. മുനി സന്തോഷചിത്തനായി. ചക്രതീർത്ഥത്തിൽ വെച്ച് ചക്രപാണിയെ തപസ് ചെയ്ത് ഞാൻ നേടിയ പുണ്യമെല്ലാം ഇതാ ഞാൻ നിനക്കായി സമർപ്പിക്കുന്നു. സ്വന്തം പുണ്യസഞ്ചയത്തെ തന്നെയാണ് മഹർഷി രാമബാണത്തിന് ലക്ഷ്യമായി കാട്ടിയത്. നിർമ്മലമായ രൂപം കാണായി വന്നതുമൂലം ധന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ.
ഈ വരികൾ രാമായണത്തിലുള്ള വരികളാണ് ഇടയിലിടയിൽ ലേഖിക ഇതിൽ എഴുതി ചേർത്തിരിക്കുന്നത്. ശ്രീരാമനായി മുന്നിൽ നിൽക്കുന്നത് ശ്രീനാരായണൻ തന്നെയാണെന്ന് പരശുരാമൻ തിരിച്ചറിഞ്ഞു. അവിടുന്ന് രാമനെ സ്തുതിച്ചു, പ്രദക്ഷിണം വെച്ചു, കുമ്പിട്ട് കൂപ്പി സന്തോഷത്തോടെ സ്വന്തം ആശ്രമത്തിലേക്ക് തിരിച്ചുപോയി. വസിഷ്ഠൻ സൂചിപ്പിച്ചതുപോലെ കുറച്ചുനേരം എല്ലാവരും ഭയത്തിൻ്റെ മുൾമുനയിലായിരുന്നു. ഇപ്പോൾ ഭയമാകുന്നു. അഭയത്തിൻ്റെ വെളിച്ചം പരന്നു. പുത്രന്മാരോടും വധുക്കളോടും ബന്ധുമിത്രാദികളോടും കൂടെ ദശരഥൻ സാകേതപുരിയിൽ തിരിച്ചെത്തി. എല്ലാവരും സ്വൈരമായി സന്തോഷത്തോടെ വാണം. ആ ഇടയ്ക്കൊരു ദിവസം കേകൈ രാജാവായ യുധാജിത്തിൻ്റെ ദൂതൻ അയോധ്യയിലെത്തി. ഭരതശത്രുഘ്നന്മാരെ അദ്ദേഹം കേകയത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. ദശരഥൻ സമ്മതം നൽകി. ഭരതശത്രുഘ്നന്മാർ ഭരതൻ്റെ മാതുലനെ കാണാനായി കേകയത്തിലേക്ക് പുറപ്പെട്ടു. സർവ്വലോകാനന്ദാർത്ഥം മനുഷ്യാകൃതി പൂണ്ട രാമൻ തന്നിയുടെ മായാദേവിയായ സീതയോടൊന്നിച്ച് അയോധ്യാപുരിയിൽ സസുഖം താമസിച്ചു. ഒരു നാൾ ശ്രീരാമൻ സീതാദേവിയുമൊത്ത് അന്തഃപുരത്തിൽ സ്വൈരമായിരിക്കെ അവിടെ നാരദ മഹർഷി വന്നു ചേർന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തും സ്ഥലത്തും മഹർഷി പ്രത്യക്ഷനായപ്പോൾ ശ്രീരാമൻ തെല്ലൊന്ന് പരിഭ്രമിക്കുക തന്നെ ചെയ്തു. ഉടനെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു. സീതാസമേതനായി വീണാപാണിയെ നമസ്കരിച്ചു, പൂജിച്ചു. രാമൻ ഭക്തിപുരസ്സരം നാരദനോട് പറഞ്ഞു, അങ്ങയെ നേരിൽ കാണാൻ കഴിഞ്ഞത് പൂർവ്വജന്മത്തിൽ ഞാൻ ചെയ്ത സത്കർമ്മങ്ങളുടെ ഫലമായിട്ടാണ്. അങ്ങയുടെ ഈ വരവ് കൊണ്ട് എൻ്റെ വംശവും ജന്മവും രാജ്യവും വിശുദ്ധമായിരിക്കുന്നു. അങ്ങയുടെ ആവശ്യം എന്താണെന്ന് അറിയിക്കുക. ഞാൻ സന്തോഷത്തോടെ അത് നിറവേറ്റുന്നതായിരിക്കും. ഞാനൊരു മന്ദനാണ്. എങ്കിലും അങ്ങയുടെ കാരുണ്യമുണ്ടെങ്കിൽ എന്ത് കാര്യവും എനിക്ക് സാധിക്കാനും ആവും. ആ കാര്യത്തിൽ എനിക്ക് സന്ദേഹമില്ല. ശ്രീരാമൻ്റെ എളിമയാർന്ന വാക്കുകൾ ഉൾപ്പുളകത്തോടെ നാരദൻ കേട്ടു. ഹൃദ്യമായി പുഞ്ചിരി തൂയിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇത്തരം മാധുര്യമേറിയ വാക്കുകൾ കൊണ്ട് അവിടുന്ന് എൻ്റെ മനസ്സിനെ മോഹിപ്പിക്കാതിരിക്കുക. സർവ്വജഗത്തിൻ്റെയും പിതാവും മാതാവുമാണ് അങ്ങും സീതാദേവിയും എന്നെനിക്കറിയാം. ഈ പ്രപഞ്ചത്തിൽ പുല്ലിംഗമായത് ഏതാണോ അതെല്ലാം അവിടുന്നാണ്. സ്ത്രീലിംഗമായതെല്ലാം സീതാദേവിയുമാണ്. നിങ്ങൾ ഇരുവരും എന്നിയെ മറ്റൊന്നും എങ്ങുമേ കണ്ടില്ല, കേൾപ്പാനുമില്ലല്ലോ. ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ബ്രഹ്മാവിൻ്റെ നിയോഗത്താലാണ്. രാവണനെ നിഗ്രഹിച്ച് ലോകങ്ങളെ രക്ഷിക്കാനുള്ള സമയമായിരിക്കുന്നു. ആ സത്യം ഓർമ്മപ്പെടുത്തുക എന്നതാണ് എൻ്റെ ദൗത്യം. അങ്ങ് സത്യസന്ധനാണ്. എങ്കിലും മനുഷ്യജന്മം എടുത്തതിനാൽ മറവി സംഭവിച്ചാലോ? ആ കാര്യത്തിൽ പേടി വേണ്ട. രാമൻ നാരദൻ്റെ സംശയം അകറ്റി. നാളെ തന്നെ ഞാൻ വനത്തിലേക്ക് പോകുന്നുണ്ട്. തുടർന്ന് 14 വർഷം മുനിവേഷത്തിൽ കാട്ടിൽ കഴിയും. സീതയെ കാരണമാക്കി ഞാൻ രാക്ഷസവംശത്തെ മുഴുവൻ നശിപ്പിക്കും. അതിനെന്താണ് ഞാൻ ഇത്രയും താമസിക്കുന്നത് എന്നല്ലേ അവിടുത്തെ മനസ്സിൽ? കാലാവലോകനം കാര്യസാധ്യം നൃണാം. എല്ലാറ്റിനും അതിൻ്റേതായൊരു കാലമുണ്ട്. ആ കാലം എത്തുമ്പോഴേ ഏതു പ്രവൃത്തിയും ഫലവത്താകും. കാലസ്വരൂപനല്ലോ പരമേശ്വരൻ. ശ്രീരാമൻ നൽകിയ ഉറപ്പിൽ നാരദൻ പ്രസന്നനായി. മഹർഷി രാഘവനെ ദണ്ഡനമസ്കാരം ചെയ്ത് ദേവലോകത്തിലേക്ക് മടങ്ങി. തുടർന്ന് നാളെ.